ഇപ്പം ഞാന് എൻ്റെ ടെറസിൻ്റെ തന്നെ ഒരു ഭാഗത്തിലേക്ക് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ നിലയുടെ മേളിൽ ഷീറ്റാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കമ്പുകളൊക്കെ വെച്ചിട്ട് വെള്ളരി, മത്തനൊക്കെ അതിലേക്ക് പടർത്തി വിടാനുള്ളൊരു പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളരി ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. മത്തൻ പടർന്നു വരുന്നു. ഇത് വാഴയാണ്. അത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളത്. കൊലയ്ക്ക് വേണ്ടിയിട്ട് താഴെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ടെറസാകുമ്പോഴത്തേക്ക് നമുക്കൊരു വാഴയിലൊക്കെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ഇത് നമ്മൾ പോളി ഹൗസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ്. വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ മോഡലാണ്. അപ്പം ഇത് കൃഷിഭവനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇതിലിപ്പം വഴുതനയുണ്ട്, മുളകുണ്ട്, ചേനയുണ്ട്. മൊത്തത്തിൽ 16. 8, 8, 16 അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം ഇത് നമുക്ക് ചെറിയ സ്പേസ് ഉള്ളവർക്ക് പോലും ഇപ്പം എന്താണ് സിറ്റിക്കകത്താണ് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ പോലും ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം കുറച്ച് ഇലവർഗ്ഗങ്ങളും മുളകോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ചീര. ഇത് വേഗം പൂക്കാത്ത ഒരിനം ചീരയാണ്. പേരങ്ങനെ ഇല്ല. നമ്മൾ വർഷങ്ങളായിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് വരുന്നിരുന്ന ഒരിനം അതിൻ്റെ ഒരു ഇലയാണ്. അത് ചുവപ്പും പച്ചയും കൂടെ കളഞ്ഞിട്ടുള്ളൊരു ഇലയായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞളുണ്ട്, തുളസിയുണ്ട്, മുളക്, പിന്നെ ഇതാ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. മല്ലിയുടെ തന്നെ ഒരു വെറൈറ്റി. മല്ലിയുടെ അതേ മല്ലിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇലയാണത്.